ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കീഴ്ത്താടി എല്ലിന്റെ വളർച്ചക്കുറവും അതിനുള്ള പരിഹാരങ്ങളെ പറ്റിയും അറിഞ്ഞു അല്ലേ? ഇന്ന് നമുക്ക് മുന്നിലേക്ക് തള്ളി നിൽക്കുന്നതോ അല്ലെങ്കിൽ വലുപ്പം കൂടുതലായിട്ടോ ഉള്ള കീഴ്ത്താടി എല്ലിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിയാം. കാഴ്ചയില് കീഴ്ത്താടി എല്ലിന്റെ വളർച്ച കൂടുതലാണ് എന്നുണ്ടെങ്കിലും മുകളിലത്തെ നിരയിലെ എല്ലിന്റെ വളർച്ച കുറവായിരിക്കാം ഒരുപക്ഷെ ഇതിന് കാരണം. പല്ലുകളുടെ ബൈറ്റ് ശ്രദ്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ വേഗം തന്നെ ചികിത്സ തേടണം. ഇതിന്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ എല്ലുകളുടെ വളർച്ചാ പ്രശ്നം കണ്ടെത്തുവാൻ എക്സ്റേ എടുത്തതിന് ശേഷം വേണം ഏത് അപ്ലയൻസ് വേണമെന്ന് തീരുമാനിക്കുവാൻ. കീഴ്ത്താടി എല്ലിന്റെ വളർച്ച കൂടുതലിനും മുകൾ നിരയിലെ എല്ലുകളുടെ വളർച്ച കുറവിനുമായി ഫ്രാങ്കൽ 3, ട്വിൻ ബ്ലോക്ക്, ഫേസ് മാസ്ക്, ചിൻ കപ്പ് തുടങ്ങിയ അപ്ലയൻസ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാം. എല്ലുകളുടെ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം പിന്നീട് ഇത് സർജറിയിലൂടെ മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കൺസൾട്ടേഷനിലോ ചെറിയൊരു ട്രീറ്റ്മെന്റിലോ തീരേണ്ട പ്രശ്നങ്ങൾ പിന്നീട് വലിയ നീണ്ട ഒരു പ്രൊസീജിയറിലേക്കും സർജറികളിലേക്കും ഒക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കാണുക.